വേമ്പനാട് കായലിൽ കൂടി ഒരു ബോട്ട് യാത്ര. പക്ഷെ അതിൻ്റെ ആരംഭഘട്ടം വേമ്പനാട് കായലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് ഒരു മീനച്ചിലാറിൻ്റെ ഒരു കൈവഴിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഒരു വശത്ത് അയ്മനം പ്രസിദ്ധമായ അയ്മനം ഗ്രാമം. അയ്മനം പ്രസിദ്ധമാകാനുള്ള കാരണം അരുന്ധതി റോയുടെ വീട് അയ്മനത്താണ്, ഈ ഗ്രാമത്തിലാണ്. പക്ഷെ അത് കാണാൻ സാധിക്കുന്നില്ല എന്നാണ് ബോട്ടിൻ്റെ കപ്പിത്താൻ്റെ പേര് ഞാൻ വിട്ടുപോയി. എൻ്റെ പേര് സുമേഷ്, കപ്പിത്താൻ സുമേഷ് പറയുന്നത്. ഒരു വശത്ത് ഈ വശത്ത് അയ്മനം ഗ്രാമം, ആ വശത്ത് അർബൂക്കര നമുക്കൊക്കെ അറിയാവുന്ന പോലെ കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതാണ് അർബൂക്കര ഗ്രാമം, അർബൂക്കര വില്ലേജ്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഇടക്കേക്കൊടിയിലെ ഈ തോടിൻ്റെ പേര് പെണ്ണാർ തോട്. ഒരു വശത്ത് അയ്മനം, മറുവശത്ത് അർബൂക്കര, നടുവിൽ പെണ്ണാർ തോട്. മീനച്ചിലാറിൻ്റെ കൈവഴിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അതീവ സുന്ദരമായിട്ടൊരു കനാലാണ്. അങ്ങ് നേരെ നോക്കിയാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കേണ്ട. നേരെ നോക്കിയാൽ കനാലിൻ്റെ ഇരുവശത്തും ഭംഗിയായ തെങ്ങ് തോപ്പുകൾ, കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ സൗന്ദര്യമായിട്ടുള്ള ദൃശ്യങ്ങളിൽ ഏറ്റവും സൗന്ദര്യമായിട്ടൊരു ദൃശ്യമായിട്ട് ഇതിനെ നമുക്ക് തീർച്ചയായിട്ടും വിലയിരുത്താൻ സാധിക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്ന് ശരിയായ വേമ്പനാട് കായലിലേക്ക് കടക്കുന്നത്. വേമ്പനാട് കായൽ ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ കായലുകളിലൊന്നാണ്. അത് ലോകം മുഴുവൻ പ്രസിദ്ധമാണ്. ഒരുപാട് സഞ്ചാരികൾ വേമ്പനാട് കായൽ കാണാൻ വേണ്ടി വരുന്ന, പ്രത്യേകിച്ച് ഈ സമയത്തല്ല, അല്പം കൂടിയൊക്കെ മഴയില്ലാത്ത നമ്മുടെ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വരും. പക്ഷെ ഇന്ന് ഭാഗ്യത്തിന് കർക്കിടക മാസത്തിൻ്റെ കറുത്ത വാവ് അടുത്തുവെങ്കിലും വലിയ മഴയൊന്നും ഇല്ലാതെ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരേക്ക് ഞങ്ങളുടെ യാത്ര വളരെ സുഗമമാണ്.